കരിമ്പിൻ കാട്ടിൽ കയറിയ ഒരു കൊമ്പനാണിപ്പോൾ അവൻ. മുന്നിൽ കണ്ടതെല്ലാം നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. വളരെ പ്ലാൻ ചെയ്തൊരു കൗണ്ടർ അറ്റാക്ക്, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുവരെ പ്രതിരോധം അതുതന്നെയാണ് നമുക്ക് നല്ലത്. എന്ത് പ്രതിരോധം വക്കീലേ? നഷ്ടപ്പെട്ടത് കോടികളാ. അത് ചുമ്മാതങ്ങ് കളയാൻ പെരുമഴയത്ത് മലവെള്ളത്തിൽ കുത്തിയൊലിച്ചു വന്നതല്ല. പെരുമഴയത്ത് മലവെള്ളത്തിൽ കുത്തിയൊലിച്ചു വന്നതല്ലെങ്കിലും മലവെള്ളം പോലെ പാഞ്ഞു വന്നായിരുന്നു ആ കോടികൾ. ആ വഴിയാ താൻ ഇവനൊക്കെ ചേർന്ന് കൊട്ടിയടച്ചത്. ആദ്യം ആ വഴിവെട്ടാനുള്ള തന്ത്രമനെ, എന്നിട്ടാവാം നഷ്ടപ്പറച്ചിലിന്റെ വേദിയൊരുക്കാൻ. അത് ശരിയാ. ഇന്നലെ അവൻ നിങ്ങളെ തേടി വന്നെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായ ഒരു എവിഡൻസ് തന്നെയായിരിക്കും. അതുകൊണ്ട് നടേശ, നീ ഒരു 2 ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബുദ്ധി. അതെ നടേശ, നീ ഒരു 2 ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നേക്ക്. കളിച്ച് നമ്മുടെ കോർട്ട് വരെ എത്തിയവൻ. ഞാൻ അന്നേ പറഞ്ഞത് അവനെ ഒന്ന് മാർക്ക് ചെയ്യാൻ. പറ്റില്ലെങ്കിൽ പറ, പുറത്തുനിന്ന് ആളിറക്കി തരാം ഞാൻ. നടേശ, കാശെറിയുന്നിടത്തല്ല തന്ത്രം മെനയുന്നിടത്ത് അഭിജയ്. ശിവ, വാങ്ങിയതിന് കണക്ക് വെച്ചേക്ക്. 1ന് 10 കൊത്തികരിയണ നായിന്റെ മോനെ. ഒരുത്തനൊരു ബുള്ളറ്റ്. ഈ കലിപ്പുകളെ തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല സർ, ബട്ട് ഐ നീഡ് എവിഡൻസ്. Then no evidence set? യെസ്, കിട്ടും. ഇവിടെ സമൂഹത്തിലെ ഉന്നത ശ്രേണി അലങ്കരിക്കുന്നവരാണ് കുറ്റവാളികളെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ നിയമത്തിന്റെ പിൻവാതിൽ തുറന്നുവെച്ച് പൊതുജനത്തിന്റെ ചോദ്യങ്ങൾക്ക് മുഖം തിരിച്ച് മീഡിയയുടെ മുന്നിൽ മാത്രം ശോഭിക്കുന്ന ഷ്രൂഡ് പോലീസ് ഓഫീസേഴ്സ് ഉള്ളിടത്തോളം കാലം ജനം ആഗ്രഹിക്കുന്ന ഒരു കേസും ഇവിടെ ഗതി പിടിക്കില്ല സർ. അറിയാം ഇമ്രാൻ. Tell me, what can I do for you? എന്തായി കാര്യങ്ങൾ? നടേശൻ പരിധിക്ക് പുറത്താ. പിയുടെ നമ്പറാണെങ്കിൽ സ്വിച്ച് ഓഫും. പാർട്ടി മീറ്റിംഗ് വിളിച്ചാൽ സ്ഥിരമായി തങ്ങുന്ന ഒരു ഹോട്ടലിലും അവൻ എത്തിയിട്ടില്ല. ഐ നോ ഹി വിൽ നോട്ട്. ഇനി എന്ത് ചെയ്യും സാർ? അയാളുടെ നമ്പർ ഒന്ന് ട്രേസ് ചെയ്താലോ? ഓടുന്ന വണ്ടിക്ക് പിന്നാലെ പോകുന്നതല്ല ബുദ്ധി, അവന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മെനഞ്ഞെടുക്കുന്ന ഒരു ഷോർട്ട് കട്ട്. ആരടാ വണ്ടി നടുറോട്ടിട്ടിരിക്കുന്നേ? സാറോ? ഓ, നീയായിരുന്നു. തന്നെ ഒന്ന് പുറത്തിറക്കി കിട്ടാൻ എന്തൊരു പാടാടോ ഇത്. മണലോറി എന്ന് പറഞ്ഞപ്പോ എന്തൊരു ആവേശമാണത്. അല്ലേലും പാവപ്പെട്ടവന്റെ പോക്കറ്റ് കൈയിട്ടില്ലേലും ഉറക്കം കിട്ടാത്ത ഒരുപാടെണ്ണുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അത് വിട്, കാശൊക്കെ തനിക്ക് ഞാൻ തരാം. ഒരു കാര്യം അറിയാനാ തന്നെ ഞാൻ വിളിപ്പിച്ചത്. നടേശൻ എന്തേടാ? എനിക്കറിയില്ല. അത് ചുമ്മാ. തന്നോട് പറയാതെ അവൻ മുള്ളാൻ പോലും പുറത്തിറങ്ങില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? പറ. എന്റെ ഡ്യൂട്ടിയിൽ ഇടങ്കോലിട്ടാ അന്ന് ഓങ്ങി വെച്ചതാ തനിക്കൊരെണ്ണം. അതും കൂടി കൈപ്പറ്റാനാടാ പുല്ലേ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അന്ന് പ്രദീപ് സ്റ്റേഷനിൽ വന്നത് എന്തിനായിരുന്നു? സാറിനറിയില്ലെങ്കിൽ ഞാൻ പറയാം. അടുത്ത പള്ളിപ്പെരുന്നാൾ കാണുമെങ്കിൽ അങ്ങ് പറഞ്ഞേര് സാറേ. ഞാൻ പറയാം. സർ, ഞാൻ KDP പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. പേര് പ്രദീപ്. ആരാ ഈ നടേശൻ? ഈ മർഡറിൽ അയാളെ നിങ്ങൾ സംശയിക്കാൻ കാരണം? നടേശൻ പാർട്ടി ട്രഷററാണ്. പാർട്ടിയുടെ ഇലക്ഷൻ ഫണ്ട് അവനായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ജോർജ് സാർ ഈ ഫണ്ടിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെന്ന്. ആ ക്യാഷ് നടേശൻ റോൾ ചെയ്തതായിരുന്നു. എത്ര ഉണ്ടായിരുന്നു എമൗണ്ട്? ഏകദേശം 5 കോടിക്ക് മുകളിൽ വരും. അത് സാറിനെ വളരെ അസ്വസ്ഥനാക്കിയിരുന്നു. എത്രയും വേഗം ഈ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് സാറ് നടേശനോട് കടുപ്പിച്ചു പറഞ്ഞിരുന്നു. ഈ സംഭവത്തോടെ പാർട്ടിയിലെ ട്രഷറർ സ്ഥാനം നഷ്ടമാകുമെന്ന് നടേശൻ ഉറപ്പായിരുന്നു. അപ്പൊ ക്യാഷോ? അവൻ ഈ ക്യാഷ് അവൻ്റെ സുഹൃത്ത് ഷെട്ടിക്ക് വേണ്ടി റോൾ ചെയ്തതായിരുന്നു. ജോർജ് സാർ അറിയാതെയായിരുന്നു ഈ ഡീൽ. ആരാ ഈ ഷെട്ടി? അവൻ്റെ ബിസിനസ് പാർട്ണറാ. ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളാ.
നീ ഇപ്പം പറഞ്ഞുണ്ടല്ലോ ഈസ് ഗ്രേറ്റ് എവിഡൻസ്. പക്ഷേ ഈ കാര്യം പാർട്ടിയിൽ മറ്റാർക്കെങ്കിലും? ഏയ് ഇല്ല സാർ. നമ്മൾ രണ്ടുപേരുമല്ലാതെ ഇപ്പോൾ ഒരാളും പുറത്തറിയണ്ട. അത് പ്രതികൾ രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയുള്ളൂ. ബോഡി ഒന്ന് അടക്കിക്കോട്ടെ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ വിളിപ്പിക്കും. സ്റ്റേഷനിലോട്ടൊന്ന് വന്നേക്കണം. ശരി സാർ. എവിടെയുണ്ട് നടേശൻ? KDP പാർട്ടിയുടെ ട്രഷറർ സ്ഥാനം അലങ്കരിക്കുന്ന TM നടേശൻ, കേരള ഡെമോക്രാറ്റിക് പീപ്പിൾ പാർട്ടിയുടെ പഴയകാല വിദ്യാർത്ഥി സംഘടനാ നേതാവ്, 90കളിൽ കോളിളക്കം സൃഷ്ടിച്ച വിദ്യാർത്ഥി സമരങ്ങളിൽ രാഷ്ട്രീയ ലോകം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന യുവ നേതാവ്, ക്യാമ്പസുകളിലെ തരിശായ വിദ്യാർത്ഥി മനസ്സുകളിൽ പുതുരാഷ്ട്രീയത്തിന്റെ വിത്തുകൾ പാകി ക്യാമ്പസ് രാഷ്ട്രീയത്തെ രാജ്യത്തിന്റെ നെറുകയിൽ കൊണ്ടെത്തിച്ച യുവ നേതാവ്. അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഒരുക്കി വെച്ച് KDP എന്ന ചെറു പാർട്ടിയുടെ യശസ് ഉയർത്തി പാർട്ടിയുടെ മർമ്മഭാഗത്ത് കയറിപ്പറ്റി അവസാനം ആ പാർട്ടിയുടെ തന്നെ ചുടുരക്തം ഊറ്റി കുടിക്കുന്ന ദ മോസ്റ്റ് ഇന്റലിജന്റ് ബ്ലഡ് സക്കർ. നോ, യെസ്, കേരള ഡെമോക്രാറ്റിക് പീപ്പിൾ പാർട്ടി. ഈ പേരിനോളം നീളത്തിൽ നിർത്താൻ അംഗങ്ങളുണ്ടോടോ ഇന്ന് ഈ പാർട്ടിയിൽ? തന്നെയോ പാർട്ടിയിലെ ഒരു മറ്റവനെ കണ്ടിട്ടായിരുന്നില്ല ജനങ്ങൾ ആ പാർട്ടിയെ സ്നേഹിച്ചത്. ജോർജ് മാത്യു എന്ന വ്യക്തിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനത്താൽ നാടിന് അയാൾ ഒരു കരുത്തായിരുന്നു. അനാഥർക്ക് അച്ഛനായിരുന്നു, അശരണർക്ക് ദൈവമായിരുന്നു, പാവപ്പെട്ടവർക്കൊരു ജനകീയ നേതാവായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തീർക്കാൻ മാത്രം എന്ത് വ്യക്തിവിരോധമാണ് നടേശ തനിക്കുണ്ടായിരുന്നത്? പറ. നോ, ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല എന്നൊരായിരം തവണ പറഞ്ഞാലും ഉള്ളതില്ലാതാവില്ല നടേശ. പാർട്ടിയുടെ NRI അക്കൗണ്ടിൽ നിന്നും നീ പിൻവലിച്ച ക്യാഷിന്റെ റെസിപ്റ്റ് ആണിത്. ഈ എവിഡൻസ് ആണ് ഇന്ന് നിന്നെ ഈ ചെയറിലിരുത്തിയത്. ആർക്കു വേണ്ടിയായിരുന്നു ഇത്രയും വലിയൊരു എമൗണ്ട് നീ മറിച്ചത്? അതായിരുന്നില്ലേ ഈ മർഡറുകൾക്കെല്ലാം കാരണവും? പറ പറ നടേശ, പറയടാ, പറയാ. പറയാം, ഞാൻ പറയാം. എന്റെ ബിസിനസ് തകരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ആ ക്യാഷ് മറിച്ചത്. തെളിയിച്ചങ്ങ് പറയടാ. പാർട്ടിയുടെ പാലക്കാട് സമ്മേളനത്തിന്റെ ഇടയിലാണ് ഞാൻ ഷെട്ടിയെ പരിചയപ്പെടുന്നത്. പഴയ സുഹൃത്തെന്ന പോലെ ആ ബന്ധം ഞങ്ങൾക്കിടയിൽ പെട്ടെന്ന് വളർന്നു. ക്രമേണ പൊളിറ്റിക്സിൽ നിന്നും ബിസിനസ്സിലേക്കായി എൻ്റെ ശ്രദ്ധ. പൊളിറ്റിക്സിലെ എൻ്റെ ഹോൾഡ് വെച്ച് സേട്ടുവിൻ്റെ പുറമ്പോക്ക് ഭൂമിയിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാം എന്നുള്ളൊരു സജഷൻ ഷെട്ടി ഞങ്ങൾക്ക് മുമ്പാകെ വെച്ചു. ഞങ്ങൾ ആ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോയി. അങ്ങനെ ക്യാഷ് കൊടുത്താൽ കിട്ടുന്നതല്ല ഷെട്ടി പാർട്ടിയുടെ ഇലക്ഷൻ സീറ്റ്. അറിയാമടോ, ഒരുപാട് നാളായില്ലേ ആനക്കാരനെ പോലെ ട്രഷറർ സ്ഥാനമെന്ന വടിയും പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. വരുന്ന ഇലക്ഷനെങ്കിലും വലിഞ്ഞൊന്ന് കയറാൻ നോക്ക്. കുടഞ്ഞു താഴെട്ടില്ലെങ്കിൽ ഞെളിഞ്ഞൊന്നിരിക്കാം. എന്താ, പഴയ പോലല്ലടോ. മുകളിലൊരു കുരുക്കുണ്ടെങ്കിലേ ബിസിനസ് ഒന്ന് നിവർത്താൻ പറ്റൂ. നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ വരുന്ന ഇലക്ഷനിൽ റിസ്ക് ആയിരിക്കും. ആകെ പാർട്ടിക്കുള്ളത് 2 സീറ്റാണ്. അതെന്നേക്കാളും സീനിയറിറ്റി ഉള്ള എത്രയോ പേരുണ്ട് അവിടെ. പിന്നെ ജോർജ് സാറിൻ്റെ മൈൻഡ് വെച്ച് അതാ മുറക്ക് തന്നെ നടക്കും. അവിടെയാണ് നിന്റെ ഗെയിം. പാർട്ടി തിരഞ്ഞെടുക്കുന്ന 2 പേരിൽ ഒരുത്തിനെ നീ അങ്ങ് വിലക്ക് വാങ്ങണം. എന്നിട്ട് അവനിലൂടെ വന്നിരിക്കണം ആ ചെയറിൽ. ഇരുന്ന് തന്നെ. ഷെട്ടി, നീ പറഞ്ഞ പോലെ അത്ര സിമ്പിളായിരിക്കില്ല ഈ കാര്യങ്ങളൊന്നും. സിമ്പിളാക്കി എടുക്കണം, അത് നിന്റെ മിടുക്ക്. ഇനി വേണമെങ്കിൽ ജോർജ് സാറിന്റെ അടുത്ത് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. എങ്ങനെ? മതവെട്ട, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എംബസിയിലേക്ക് വിളിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവൻ നാട്ടിലെത്തും. പേടിക്കണ്ട. ശരി, ഓക്കെ. പിന്നെ നീ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ മീറ്റിംഗിലെടുത്ത തീരുമാനങ്ങൾ എല്ലാ മെമ്പേഴ്സിനും അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഞാൻ ഷെട്ടി, പാലക്കാട് നിന്നാ. ഓ ശരി. പാലക്കാട് സമ്മേളനം ഇയാളുടെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയിൽ വെച്ചായിരുന്നു സാർ. ഓ സോറി. വരൂ, അകത്തിരിക്കാം. താങ്ക് യു. ഇരിക്കൂ. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാ. ഇലക്ഷനൊക്കെ ആയില്ലേ?
ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അല്ല, ഇവിടെ കോഴിക്കോട് നിന്ന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. വന്നപ്പോൾ ഒന്ന് കണ്ടേച്ച് പോവാന്ന് വിചാരിച്ചു. പിന്നെ പാലക്കാട് KDPയുടെ സീറ്റാണല്ലേ? അതെ, പാർട്ടിയുടെ സീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കേവലം ഒരു ജയത്തിൽ ഒതുക്കരുത്. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ നമുക്ക് ജയിക്കണം. തീർച്ചയായും അതിനുള്ള വർക്ക് ഇപ്പോഴേ തുടങ്ങണം. മാത്രവുമല്ല, ഞങ്ങളുടെ മണ്ഡലത്തിലെ സ്വഭാവം അനുസരിച്ച് 80% നാടാർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അറിയാലോ. അങ്ങനെ വരുമ്പോൾ നാടാർ സമുദായത്തിൽപ്പെട്ട ഒരാളെ തന്നെ നിർത്താൻ പറ്റുമെങ്കിൽ അത് ഏറെ ഗുണം ചെയ്യും. യെസ്. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറഞ്ഞ ചെറുപ്പക്കാരായിരിക്കും നന്നാവാം. വൺ മിസ്റ്റർ നടേശൻ. എൻ്റെ അഭിപ്രായം വെച്ചിട്ട് നല്ലൊരു ഡിസിഷനായിരിക്കും. മിസ്റ്റർ ഷെട്ടി എന്ത് ബിസിനസ് ചെയ്യുന്നു? കോൺട്രാക്ട് ബിസിനസ്സാ. ഫ്ലാറ്റുകൾ, വില്ലാസ്, പിന്നെ ബിൽഡിംഗ് എക്യുപ്മെന്റ്സ്. ഓക്കെ, ഗുഡ്. പിന്നെ പാർട്ടിയുടെ രീതി അനുസരിച്ച് പുറത്തിരുന്ന് കാൽക്കുലേഷൻ ചെയ്യുന്നവരുടെ നിർദ്ദേശമനുസരിച്ചല്ല, പാർട്ടിയുടെ മേൽഘടകം മുതൽ കീഴ്ഘടകം വരെയുള്ള ഓരോ വ്യക്തിയുടെ ഇമ്പൾസ് മനസ്സിലാക്കി പാർട്ടി അന്തിമമായി തീരുമാനിക്കുന്ന ഒരാൾ ഇപ്രാവശ്യവും താങ്കളുടെ മണ്ഡലത്തിൽ ജനവിധി തേടാനുണ്ടാവും. തീർച്ച. തുടർന്നും താങ്കളുടെ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ശരി.